എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇഡിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കൊച്ചിയിൽ ഒരു അടിയന്തര യോഗം ചേർന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് സ്പെഷ്യൽ ഡയറക്ടർ ഇഡിയുടെ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയും കൊച്ചിയിലെ ഉദ്യോഗസ്ഥന്മാരുമായി വളരെ വളരെ സീരിയസ് ആയ ഒരു എന്താ പറയുക ഒരു യോഗം കൂടുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായി എന്താണ് സംഭവിക്കാൻ ഉള്ള സാധ്യത എന്നതിനെ കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിനുള്ള സാധ്യത നമ്മൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും പ്രധാനം വീണയെ വീണ്ടും ചോദ്യം ചെയ്തേക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. വീണയെ ഇപ്പോൾ 2 പ്രാവശ്യമാണ് ഇഡി ചോദ്യം ചെയ്തത്. പക്ഷേ വീണ പറഞ്ഞ കാര്യങ്ങൾ പലതും കള്ളത്തരമാണ് എന്ന് ഇഡിക്ക് ബോധ്യമായി. കാരണം ഇഡി കരിമണൽ കർത്തായുടെ ഭാര്യയെയും മകളെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവരും മാത്രമല്ല, കരിമണൽ കർത്തായുടെ ഉദ്യോഗസ്ഥരെ, ഈ CMRL കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും ഇഡി ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ മാത്രമല്ല, ഇഡിക്ക് നേരത്തെ SFIO അന്വേഷിച്ച രേഖകൾ 134 രേഖകൾ, ആ രേഖകളിൽ നേരത്തെ അഭിഭാഷകനുമൊത്ത് വീണ വിജയൻ SFIOക്ക് നൽകിയ മൊഴികളും ഇഡിയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇഡി ഇത് മുഴുവൻ നോക്കിയപ്പോൾ കഴിഞ്ഞ 2 തവണ വീണയെ ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞ കാര്യങ്ങളും ഇതും തമ്മിൽ യോജിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വീണ മനഃപൂർവ്വം കള്ളം പറയുകയാണോ, അതല്ല വീണക്ക് ഈ ഇടപാടിൽ വീണക്ക് വലിയ ബന്ധമൊന്നുമില്ലേ? ഇതാണ് ഇപ്പോൾ ഇഡിയെ കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. കാരണം വീണക്ക് 2.78 കോടി രൂപ കിട്ടിയത് വീണയുടെ ഇടപെടൽ കൊണ്ടല്ല. കാരണം അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. വീണ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. വീണയുടെ കമ്പനി എന്ന് പറഞ്ഞാൽ അതൊരു കറക്ക് കമ്പനിയാണ്, അതൊരു കടലാസ് കമ്പനിയാണ്, അല്ലേ? അതൊരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. വീണയുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു IT കമ്പനി തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെ പിണറായി വിജയൻ എന്താ പറയുക നിയമസഭയിൽ അങ്ങനെയൊക്കെ ആണ് എന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മൾ. അപ്പോൾ ഏതായാലും വീണയുടെ ഈ കമ്പനി ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് തുടങ്ങിയത് എങ്കിൽ അതൊരു IT കമ്പനി അല്ല, അതൊരു കടലാസ് കമ്പനിയാണ്. അപ്പോൾ ഈ കടലാസ് കമ്പനിക്ക് കരിമണൽ കർത്തായുടെ സ്ഥാപനത്തിലെ IT സൊല്യൂഷൻസ് ഒന്നും നിർവഹിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ കരിമണൽ കർത്ത വീണക്ക് 2.78 കോടി നൽകിയത് വീണക്കല്ല, അതിന് പകരം വീണയുടെ അച്ഛനാണ്. അതിലും ആർക്കും സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അതാണല്ലോ. അല്ലാതെ വീണക്ക് ഇങ്ങനെ മാസം 8 ലക്ഷം കോടി കൊടുക്കാൻ കരിമണൽ കർത്താക്ക് വലിയ എന്താ പറയാ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. വളരെ മിടുക്കനായ കച്ചവടക്കാരനാണ് കരിമണൽ കർത്ത. അപ്പൊ കരിമണൽ കർത്ത ഈ പൈസ കൊടുത്തത് പിണറായി വിജയനെ സ്വാധീനിക്കാനാണ്. പിണറായി വിജയന്റെ ഇടപെടലുകൾ തന്റെ കമ്പനിക്ക് ദോഷകരമാകരുത് എന്ന് കരുതിക്കൊണ്ടാണ്. പിണറായി വിജയനും ഇതിനുള്ള ഏർപ്പാടുകളൊക്കെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണ ബോർഡ് തന്റെ അധീനതയിലേക്കാക്കി എന്ന് പറഞ്ഞാൽ കരിമണൽ കർത്തായുടെ കമ്പനി എപ്പം വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ആയുധം തന്റെ കയ്യിൽ വെച്ചു. ഇതിന്റെ അഭിഭാഷകനായി തന്റെ ഭാര്യയുടെ സഹോദരിയുടെ മകനെ നിയമിച്ചു. ഇങ്ങനെ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പിണറായി ചെയ്തു. പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ആരും ഏൽപ്പിച്ചു? മോളെ ഏൽപ്പിച്ചു. മുഴുവൻ പൈസ വാങ്ങാനല്ല, കുറെ പൈസ ചാക്കുകെട്ടിലോ കൈതോലപ്പായിലോ പിണറായിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് കരിമണൽ കർത്ത പറയുന്നത്. അതിന്റെ കൂടുതൽ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് കൊച്ചിയിൽ നടന്ന ഈ ഉന്നത ED ഉദ്യോഗസ്ഥരുടെ യോഗം സമാപിച്ചു. അപ്പൊ ഇതിനു ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നത്തെ മാതൃഭൂമിയിൽ ഞാനിന്ന് മറ്റു പത്രങ്ങൾ നോക്കിയപ്പോഴേ മനോരമയിലോ കേരള കൗമുദിയിലോ ഈ വാർത്ത കണ്ടില്ല, ദേശാഭിമാനിയിൽ പിന്നെ കാണില്ലല്ലോ. അപ്പം മനോരമയുടെ 7-ാം പേജിൽ അത്യാവശ്യം ഒരു വലിയ വാർത്തയാണ്. സിംഗിൾ കോളം തലക്കെട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. വാർത്തയിലെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. ആ വാർത്ത പറയുന്നത് വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ ED എന്നാണ് തലക്കെട്ട്. ഇത് TJ ശ്രീജിത്തിന്റെ പേര് വെച്ചെഴുതിയ സ്റ്റോറിയാണ് കേട്ടോ. അപ്പൊ എവിടെന്നെങ്കിലും തട്ടിക്കൂട്ടിയ സ്റ്റോറിയല്ല, വളരെ ആധികാരികമായ വിവരം കിട്ടിയിട്ട് TJ ശ്രീജിത്ത് തയ്യാറാക്കിയ സ്റ്റോറിയാണ്. EDയുടെ അടുത്ത നീക്കം വീണയുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തിനപ്പുറം സംഭവിച്ചത്. ED ഉദ്യോഗസ്ഥന്മാര് വില്ലേജ് ഓഫീസർമാരെ കൂട്ടിക്കൊണ്ടുവന്ന് പിണറായി വിജയന്റെ വീടും സ്ഥലവും വീണയുടെ പേരിലുള്ള സ്ഥലം ഇത് മുഴുവനും ഇതിന്റെ ഫോട്ടോ എടുക്കുകയും ഇതിന്റെ ആധാരം ഉൾപ്പെടെയുള്ള ഇതിന്റെ പകർപ്പുകളൊക്കെ എടുത്ത് ED ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വെറുതെ ED ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കണ്ട് രസിക്കാനൊന്നുമല്ലല്ലോ. അപ്പൊ ഇതിന്റെ വ്യക്തമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ തന്നെ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു, അല്ലെ? ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം വളരെ നേരത്തെ ആ റെയ്ഡിന് ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കേട്ടോ. പക്ഷെ ഇനി അടുത്ത സ്റ്റെപ്പ് സ്വത്തുകൾ മുഴുവൻ കണ്ടുകിട്ടുന്നു. ഇത് അതിഗുരുതരമായ ഒരു കാര്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് വീണക്ക് വേറെ
കച്ചവടവും ബിസിനസ്സും ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ. അപ്പൊ വീണ ആകെ ചെയ്തത് ഈ ഒരു കമ്പനി ഉണ്ടാക്കി എന്നുള്ളതാണ്, ഒരു കറക്ക് കമ്പനി ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കോടികൾ ഇങ്ങനെ വരുമ്പോ ഇതൊക്കെ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു വീണയോട് ED പല പ്രാവശ്യം ചോദിച്ചത്. ഈ പൈസയൊക്കെ, ഈ കോടികൾ എങ്ങനെ ഈ കോടികൾ ചെലവഴിച്ചു, അതിന് വീണ വ്യക്തമായി ഉത്തരം പറഞ്ഞില്ല. അപ്പോഴാണ് ഒരു സൂചന നമുക്ക് കിട്ടിയത്, പൈസ മിക്കവാറും ഈ പൈസയല്ല, PVക്ക് കിട്ടിയ പൈസയും അബുദാബിയിലെ ബാങ്കിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഒരു സൂചന. ഇത് നമുക്ക് ഷോൺ ജോർജ് നേരത്തെ തന്നെ പറഞ്ഞതാണ്, വീണക്ക് ഒരു അക്കൗണ്ട് അബുദാബിയിലുണ്ട്, ആ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് വീണയുടെ ഒരു ബന്ധുവാണ്. ആ ബന്ധു ആരാണെന്നുള്ളതിനെ പറ്റി സൂചനയുണ്ട്. ആ ബന്ധുവാണ് ഈ അക്കൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഈ അന്വേഷണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം ആ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു? ആ ബാങ്ക് അക്കൗണ്ട് നിർത്തി. മാത്രമല്ല, ബാങ്കിലെ മുഴുവൻ ഇത് സംബന്ധിച്ച രേഖകളും കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ മായ്ച്ചു കളഞ്ഞു. ആ നിക്ഷേപം മുഴുവൻ മറ്റെവിടേക്കോ മാറ്റി. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അബുദാബിയിലെ ബാങ്കാണ്, ആ ബാങ്കിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോയത് എന്നൊക്കെ എന്താ പറയാ, അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമല്ല. എങ്കിൽ കൂടി അതല്ലാതെ ചെറിയ ഇടപാടുകൾ ഉണ്ടല്ലോ, അതായത് കേരളത്തിനുള്ളിൽ വെച്ച് നടന്ന ഇടപാടുകൾ. അപ്പൊ അതാണ് ഇപ്പോ ED ആദ്യം പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വലിയ പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ട് ED മാത്രം പോരാ, CBI, അതാണ് CBI വരാൻ വേണ്ടി പോകുന്നത്. CBI വരും, വരാതിരിക്കില്ലല്ലോ, CBI വരും. അപ്പൊ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വീണയെ 3ാം തവണ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കും. അതിനു മുമ്പോ അല്ലെങ്കിൽ അതിനെ തുടർന്നിട്ടോ അടുത്ത് സംഭവിക്കാൻ പോകുന്നത്, വീണയുടെ ഈ സ്വത്ത്, വീണയുടെ പേരിലുള്ള ഈ സ്ഥലങ്ങൾ കണ്ടുകിട്ടും. അതോടെ പിണറായിക്ക് ചൊറിച്ചിൽ കുറച്ച് കൂടും അല്ലേ. പണ്ട് നമുക്കറിയാലോ, വീണ വിജയൻ നടത്തിയ ഇത്തരത്തിൽപ്പെട്ട അഴിമതികളെ കുറിച്ച് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് പിണറായി പൊട്ടിത്തെറിച്ചത്. വീട്ടിലുള്ളവരെ പറ്റി മിണ്ടരുത് എന്നാ പറഞ്ഞത് അല്ലേ. വീട്ടിലുള്ളവരെ പറ്റി മിണ്ടരുത് എന്ന് പറഞ്ഞു. അവസാനം വീട്ടിലുള്ളവരെ പറ്റി മിണ്ടുകയും ചെയ്തു. ED വന്ന് റെയ്ഡും നടത്തി, 2 പ്രാവശ്യം ചോദ്യം ചെയ്തു, 3ാം പ്രാവശ്യം ചോദ്യം ചെയ്യാൻ പോകുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവനും ഫ്രീസ് ചെയ്തു. ഇനി ഇതിപ്പോ സ്ഥലവും കണ്ടുകെട്ടാൻ പോകുന്നു. പോരെ, ഇതുകൊണ്ട് തീരില്ല. പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഒരൊറ്റ കാര്യം ഉറപ്പാണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ പിണറായിയെ പിടിക്കുന്നേ. ഇതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയത് വീണയല്ല എന്നുള്ളത് 100 101% ഉറപ്പായ കാര്യമാണ്. വീണയല്ലല്ലോ. അപ്പം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ അച്ഛന് വേണ്ടിയിട്ടല്ലേ. ഈ അച്ഛനെ ചോദ്യം ചെയ്യണ്ടേ. അപ്പൊ വീണയെയും അച്ഛനെയും അടുത്തടുത്തിരുത്തി ചോദ്യം ചെയ്യും. തുണ്ട് കടലാസിൽ എഴുതി കൊടുക്കാതെ ഇയാൾക്ക് ഒന്നും പറയാൻ അറിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പൊ പിണറായിയും ബബ്ബബ്ബ പറയും, വീണയും ബബ്ബബ്ബ പറയും. അപ്പൊ 2 ബബ്ബബ്ബകൾ കൂടി ചേരുമ്പോൾ പിന്നെ സംഭവിക്കാൻ പോകുന്നത്, രണ്ടെണ്ണത്തിനെയും പിടിച്ചും കണ്ട് ജയിലിടുകയായിരിക്കും ചെയ്യാൻ വേണ്ടി പോവുക. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഇത് സംഭവിക്കാൻ പോകുമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആര് കാരണബോധത്തിന് ഇതൊക്കെ അറിയാം. കാരണം പിടിവള്ളി പോയി. എവിടുന്ന്? കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന പിടിവള്ളി പോയി. ഇനിയിപ്പോ കേന്ദ്രത്തിൽ പോയിട്ട് നിലയും വിളി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിർമ്മലാ സീതാരാമന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയാലോ, നിർമ്മലാ സീതാരാമന്റെ അടുത്ത് പോയി കൈയും കാലും പിടിച്ചൊരു കഥ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം KK രാഗേഷിന്റെ ഒരു പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇവൻ പാർട്ടിയെ കുഴിയിലിറക്കി മണ്ണിട്ട് മൂടിയാലേ ഇവൻ നിർത്തുള്ളൂ. KK രാഗേഷ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ വീണ്ടും ചോദിക്കുന്നത്, സതീശന്റെ മംഗലാപുരി യാത്ര എടോ, അനക്കൊന്നും പറഞ്ഞ് മടുത്തില്ല എടോ. സതീശന്റെ മംഗലാപുരി യാത്ര. വീണ്ടും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതാണ്. അപ്പോഴാണ് ആൾക്കാർ ഇതിന്റെ അടിയിൽ മുഴുവൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരം പറയാം. അതിന്റെ ഉത്തരം സതീശൻ പറഞ്ഞോളും. പക്ഷെ ആദ്യം പറയേണ്ടത്, എന്തിനായിരുന്നു പിണറായി വിജയൻ അന്ന് നിർമ്മലാ സീതാരാമനെ രഹസ്യമായി പോയി കണ്ടത്? എന്തിനായിരുന്നു? അതാദ്യം പറയും. നിങ്ങളുടെ കാരണഭൂതം നിർമ്മലാ സീതാരാമനെ, കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്നു നിർമ്മലാ സീതാരാമനെ പോയി കണ്ടത് എന്തിനായിരുന്നു? മോളുടെ SFIO അന്വേഷണം അവിടെ പതുക്കെ നിർത്തണോ, ചവിട്ടിപ്പിടിക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്, നിയന്ത്രിക്കേണ്ടത് ആ വകുപ്പ് കയറിയിരുന്നത് നിർമ്മലാ സീതാരാമനാണ്. പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ്, മോന്റെ പേരിലുള്ള ED കേസ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നോ നിർമ്മലാ സീതാരാമനെ കണ്ടത്? 27 പ്രാവശ്യം പിണറായി വിദേശത്തേക്ക് പോയി. പോകുന്നതൊക്കെ ഈ അബുദാബി വഴിയാണ്. എന്താണ് ഈ അബുദാബി വഴി യാത്രയുടെ കുട്ടൻസ്? ചികിത്സ എന്നാണല്ലോ പറയുന്നത്. എന്താ പിണറായിയുടെ രോഗം പറയണ്ടേ? അപ്പൊ ഈ KK രാഗേഷ് ഈ ചുണ്ടങ്ങ കൊടുത്ത് വഴുതിന വാങ്ങുന്ന പരിപാടി മൂപ്പര് കുറെ കാലമായി തുടങ്ങിയിട്ട്, മൂപ്പര് ഒരു കാര്യം പറഞ്ഞാൽ വേറൊന്നും പറഞ്ഞാൽ, മൂപ്പര് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. KK രാഗേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അതിന്റെ അടിയിൽ മുഴുവനും
കെ രാഗേഷിന് തെറിയാണ്. എവിടെയും കേട്ടിരുന്നു. ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി, ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി അല്ല, CPM-ന്റെ മിക്കവാറും ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഏതാണ്ട് ഈ ലെവലിലാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചുണ്ടങ്ങ കൊടുക്കുക, വഴുതിന വാങ്ങുക, ചുണ്ടങ്ങ കൊടുക്കുക, വഴുതിന വാങ്ങുക, ചുണ്ടങ്ങ കൊടുക്കുക, വഴുതിന വാങ്ങുക, ഈ പരിപാടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഏതായാലും കെ രാഗേഷ് അപ്പൊ ഇങ്ങനെ പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അതിനിടയിൽ വീണ്ടും ആൾക്കാർ ചോദിക്കുകയാണ്, അല്ല എന്തായിരുന്നു നിർമ്മലാ സീതാരാമന്റെ എടുത്തു പോയതിന്റെ രഹസ്യം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി ആകെ പെട്ടിരിക്കുകയാണ്. പിണറായിക്ക് ഇനി ഒരു രക്ഷയില്ല. നിർമ്മലാ സീതാരാമനും ഇല്ല, മറ്റേ അമിത്ഷായും ഇല്ല, മോദി ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ED-യുടെ പിടിയിൽ എപ്പം പെടുമെന്ന് ചോദിച്ചാൽ മതി. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇയാൾ ഇങ്ങനെ ബേജാറായി നടക്കുന്നത്. തനി ബേജാറിലാണ്. എന്തൊക്കെയാ പറയേണ്ടതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. ആ തക്കം നോക്കിയിട്ടാണ് ഇയാളെ വെട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ കൂടെയുള്ള ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യുന്നത്, പദ്ധതികൾ തയ്യാറാക്കുന്നത്. എവിടെയാണ് പിണറായിയുടെ ആധിപത്യം നഷ്ടപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവ് MA ബേബിക്കുണ്ടായി, EP ജയരാജനുണ്ടായി, KN ബാലഗോപാലിനുണ്ടായി, ശൈലജ ടീച്ചർക്കുണ്ടായി, ശ്രീമതി ടീച്ചർക്കുണ്ടായി. ഇവർക്കൊക്കെ മനസ്സിലായി. കാരണം ഇതെപ്പം വീണ് കഴിഞ്ഞാൽ ആ കസേരയിൽ ആരാണ് ഇരിക്കേണ്ടത്? ശൈലജ ഇരിക്കണോ, ശ്രീമതി ഇരിക്കണോ, KN ബാലഗോപാൽ ഇരിക്കണോ? മരോൻ ഇങ്ങനെ ചാടി വീഴാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ CPM-ൽ ആകെ കൂട്ടപ്പൊരിച്ചിലാണ്. ആ കൂട്ടപ്പൊരിച്ചിലിനിടയിലാണ് മാതൃഭൂമിയിലെ ഈ വാർത്തയിൽ എന്താ പറയുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതായത് CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED ഇതിനുള്ള നടപടിക്രമങ്ങൾ കൊച്ചി ED ഓഫീസിൽ അവസാന ഘട്ടത്തിലാണ്. മനസ്സിലായില്ലേ? അവസാന ഘട്ടത്തിലാണ്. കേസിൽ ഉൾപ്പെട്ട CMRL അധികൃതരുടെയും സ്വത്ത് കണ്ടുകെട്ടിയേക്കും. ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂരിലെ പിണറായി പാതിരിയോട് വില്ലേജുകളിലെത്തി പരിശോധന നടത്തിയിരുന്നു. പിണറായി പാറപ്പുറം റോഡിൽ വീണയുടെ പേരിൽ 80 സെന്റ് ഉണ്ടെന്നാണ് ലഭിച്ച വിവരം. പാതിരിയോട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലവും അന്ന് ED ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതും വീണയുടെ പേരിലുള്ളതാണെന്നാണ് സൂചന. ഒരു പണിയെടുക്കാതെ ഏതാണ്ട് ഒരു ഏക്കറിലധികം സ്ഥലം കണ്ണായ സ്ഥലത്ത് വീണയുടെ പേരിൽ കിടക്കുകയാണ്. ഇതും വീണയുടെ പേരിലുള്ളതാണ് എന്നാണ് സൂചന. നേരത്തെ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. ഈ പഴയ ഒരു ചരിത്രം പറയുകയാണെ. ഇതിൽ വീണയുടെ എക്സാലോജി കമ്പനിക്ക് IT കൺസൾട്ടൻസി സേവനങ്ങളുടെ പേരിൽ നൽകിയ 2.78 കോടി രൂപയുടെ വ്യാജ പേയ്മെന്റുകളും ഉൾപ്പെടും. ഇതിന്റെ കേസിന്റെ ഒരു തുടക്കത്തെ കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സബ്ഹെഡിംഗ് ഉണ്ട്, കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശം. എന്താണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശം? കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദക്ഷിണ മേഖലാ മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായ പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശം. അപ്പം സംഗതി ലെവലായില്ലേ? അപ്പൊ ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് കേൾക്കാം എന്തൊക്കെ. വീണയെ 3ാമത് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, പിണറായിക്ക് നോട്ടീസ്, പിണറായിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, അടുത്തത് വീണയുടെ സ്ഥലം കണ്ടുകെട്ടുന്നു, അതിന്റെ അടുത്തത് അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. അതിന്റെ ശേഷം ഭാഗങ്ങൾ സ്ക്രീനിൽ എന്ന് പറയുന്ന പോലെ ശേഷം ഭാഗങ്ങൾ നിങ്ങളുടെ ഭാവനക്ക് വിടുന്നു. ഒരു കണക്കും തീർക്കാതെ കാലം മുന്നോട്ട് പോകില്ല കൂട്ടരെ. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.